നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതോ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുന്നതോ അല്ല. നമ്മുടെ എല്ലാ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള ഒരു ടൂളാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പഴയ കത്തികൾ, പഴയ ടൂൾസൊക്കെ കാണും, ഈ മൂർച്ച പോയ ടൂൾസൊക്കെ. അപ്പോൾ അത് നമ്മൾ ഈ മൂർച്ച കൂട്ടുന്ന ആളുകൾ വരും, അവരുടെ കൊടുത്താണ് നമ്മൾ മൂർച്ച കൂട്ടുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെഷീൻ ടൂൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇത് ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് ഒരു മിനി മോട്ടർ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു കത്തികളും ഒരു ടൂൾസും മൂർച്ച കുറഞ്ഞ് കിടക്കില്ല. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പറഞ്ഞ സമയം കളഞ്ഞില്ല, വീഡിയോയിലോട്ട് പോകാം. ആദ്യം എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്, സാധാ മിനി മോട്ടറാണ്. പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ സാൻഡ് പേപ്പറാണ്. ഏത് സാൻഡ് പേപ്പർ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ചെറിയൊരു റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക. സാൻഡ് പേപ്പർ നമ്മൾ കോമ്പസ് വെച്ച് വരച്ച് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ടിന് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ റൗണ്ട് നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ലെവലാക്കി എടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ലെവലാക്കി സെറ്റായിട്ട് എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു ബോൾട്ട് എടുക്കാം. എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു വാഷർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഹോളിട്ട് അതിൻ്റെ നടുവിലൂടെ ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം വേറൊരു വാഷർ എടുത്ത് നമുക്ക് ഇട്ടതിന് ശേഷം 2-3 ബോൾട്ട് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2-3 ഇടുന്ന കാരണമെന്ന് പറയുമ്പോൾ അത് ഊരി പോവാതിരിക്കാനാണ്, ലൂസായി പോവാതിരിക്കാനാണ് 2-3 ഇടുന്നത്. എന്നിട്ട് നമുക്കൊരു ഉറപ്പിന് വേണ്ടി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ ഗണ്ണ് വെച്ച്. ഇനി നമുക്ക് ഒരു ചെക്ക് സെറ്റാണ് വേണ്ടത്. ഈ മിനി മോട്ടറിൻ്റെ ചെക്ക് സെറ്റാണിത്. അപ്പോൾ അത് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മിനി മോട്ടറിനകത്ത് അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മിനി മോട്ടർ ഇല്ലാതെ ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളവരാണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ആ 2 വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കാം, കണക്ഷൻ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ 12 വോൾട്ട് അഡാപ്റ്ററിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി 12 വോൾട്ട് അഡാപ്റ്ററിൽ നമുക്ക് ഈ വയർ കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഇനി നമുക്ക് ആ ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഇത് ഉപകാരപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ ആകുമ്പോൾ ഈ ടൈലൊക്കെ ഭയങ്കര മൂർച്ചയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇത് വെച്ച് നല്ല സ്മൂത്താക്കി എടുക്കാവുന്നേ ഉള്ളൂ. കാലൊക്കെ മുറിയും നമ്മുടെ മൂർച്ചയുള്ള ടൈലിൽ കൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ സ്മൂത്താക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇത് വെച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഈ ടൂൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. തീരെ മൂർച്ച കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നല്ല അടിപൊളിയായിട്ട് മൂർച്ച കൂട്ടാൻ പറ്റും.
ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.